ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 66. ഇന്നത്തെ ദർസിൻ്റെ ഷറഹ് തുടർന്നുള്ള ദർസുകളായിരിക്കും. ഇന്ന് ഈ ഭാഗത്തിൻ്റെ കാവ്യാവിഷ്കാരം ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ലാ അവർ എഴുതിയ അത്തുൽ നദീദ് നദമു കിതാബ് തൗഹീദ് എന്ന കിതാബിലെ വരികൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത ബാബു മാ ജാഅ ഫി റുഖ വത്തമായിം. റുഖ തമായിം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കാര്യം അധ്യായം. ഫി സ്വഹീഹി അൻ ബഷീറിൽ അൻസാരി അൻ അബി ബഷീറിൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? അബൂ ബഷീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി. ഒരു യാത്രയിൽ അദ്ദേഹം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. അർസല റസൂലൻ, അപ്പോൾ ഒരു ദൂതനെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. എന്താ നിർദ്ദേശം? അല്ലാ യബ്ഖിയന്ന ഫീ റഖബത്തി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതരിൻ ഔ ഖിലാദത്തുൻ ഇല്ലാ ഖുതിഅത്. ഒരു ബഈർ ഒട്ടകത്തിൻ്റെ പിരടിയിലും അല്ലെങ്കിൽ കഴുത്തലും വതർ കൊണ്ടുള്ള വടം നെക്ലേസ് ഉണ്ടാവരുത്, അത് മുറിച്ചിട്ടല്ലാതെ എന്ന്, അല്ലെങ്കിൽ നെക്ലേസ്. അപ്പോൾ അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കാവലിന് വേണ്ടിയിട്ട് അറബികൾ കെട്ടിയിരുന്നതാണ് അത്തരത്തിലുള്ള വടം. അപ്പോൾ അങ്ങനെ വടം കെട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷയ്ക്ക് കാവലിനൊക്കെ വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് വടം കെട്ടുന്നത് അത് പാടില്ല എന്നതാണ്, അത് മുറിച്ച് കളയാൻ. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന റുഖ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ. നിശ്ചയം റുഖ മന്ത്രങ്ങൾ, അതായത് ഷറ അനുവദിച്ച മന്ത്രങ്ങൾ ഒഴികെയുള്ള മന്ത്രങ്ങൾ, വത്തമായിമ തമീമത്ത് ഏലസുകൾ, വത്തിവലത്ത തിവലത്ത് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ സ്നേഹമുണ്ടാക്കാൻ എന്ന് ജൽപ്പിച്ചുകൊണ്ട് ധരിക്കുന്ന ചില ചരടുകൾ, അതുപോലത്തെ സംഗതികൾ, അതൊക്കെ ഷിർക്കാണ് എന്ന്. ഇതിൽ തമീമത്ത് ഖുർആൻ ദിക്റുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. മൊത്തം നിരോധനത്തിൽ ഉൾപ്പെടും എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട്. റവാഹു അഹ്മദ് വഅബൂ ദാവൂദ്. അത്തമായിമു, ഇവിടെ തമായിം ഏലസുകൾ എന്ന് പറഞ്ഞത് ഷൈഉൻ യുഅല്ലഖു അലൽ ഔലാദി മിനൽ ഐനി, കണ്ണേറ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കെട്ടപ്പെടുന്ന ഒരു സാധനം. ലാക്കിൻ ഇദാ കാനൽ മുഅല്ലഖു മിനൽ ഖുർആനി ഫറഖസ ഫീഹി ബഅദു സലഫി. എന്നാൽ ഈ കെട്ടപ്പെടുന്ന സാധനം ഏലസ് അതിനകത്ത് എഴുതിയത് അത് ഖുർആനാണ് എങ്കിൽ അത് ചില സലഫു സ്വാലിഹ്യങ്ങൾ ചിലർ അതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. വ ബഅദുഹും ലം യുറഖിസ് ഫീഹി, ചിലരാകട്ടെ ഇളവ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥിതിക്ക് ഇത് ചെയ്യാതിരിക്കലാണ് കൂടുതൽ ഉത്തമം എന്ന് മനസ്സിലാക്കാം. വജഅലുഹു മിനൽ മൻഹി അൻഹു, അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നുണ്ട്, അത് നിരോധിക്കപ്പെട്ടതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത് ഖുർആനാണെങ്കിൽ പോലും അത്തരം ഏലസ് കെട്ടാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ കിതാബിൽ പറയുന്നത്. റുഖ, ഇനി റുഖ എന്ന് പറയുന്ന റുഖ് ഹിയ അല്ലത്തി തുസമ്മ അൽ അസായിം, അസായിം എന്ന് പറയപ്പെടുന്ന സംഗതിയാണ്. വഖുസ്സ മിൻഹാ ദലീൽ മാ ഖലാ മിന ശിർക്കി റഖസ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഐനി വൽ ഹുമ്മ. ഇനി ഇവിടെ കണ്ണേറ്, ഹുമ, ഇതിനൊക്കെ അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിൻ്റെ ഖുർആൻ ദിക്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ അത് അനുവദനീയമാണ്, അത് ഒഴിവാണ്. അതല്ലാത്തത് ഷിർക്കാണ് എന്നതാണ്. അതേപോലെ എന്താണ് എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മന്ത്രിക്കപ്പെടുന്നത് എന്നറിയില്ലെങ്കിൽ, അത് മജ്ഹൂലാണെങ്കിൽ അതും എന്താണ്, ഈ നിരോധനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നതാണ്. തിവലത്ത് എന്ന് പറയുന്നത് എന്താണ്? ഷൈഉൻ യസ്നഊനഹു യസ്ഉമൂന അന്നഹു യുഹബ്ബിബുൽ മർഅത ഇലാ സൗജിഹ. ജാഹിലിയ കാലത്ത് ജനങ്ങൾ ചെയ്തിരുന്നൊരു കാര്യമാണ്. സ്ത്രീയെ അവരുടെ ഭർത്താവിലേക്ക് ഇഷ്ടമുള്ളവളാക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നൊരു സാധനമാണ് തിവലത്ത്. റജുലു ഇല ഇംറാത്തിഹി, അതേപോലെ പുരുഷനെ സ്ത്രീയിലേക്കും, സ്ത്രീയെ പുരുഷനിലേക്കും, പുരുഷനെ സ്ത്രീയിലേക്കും.
അടുപ്പിക്കുന്ന, സ്നേഹിപ്പിക്കുന്ന, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ധരിച്ചിരുന്നൊരു സാധനമാണ് തിവലത്ത്. അപ്പോൾ അങ്ങനത്തെ സാധനമൊന്നും ധരിക്കാൻ പാടില്ല എന്നതാണ്. വൻ അബ്ദുല്ലാഹിബിൻ ഉക്കൈം മർഫുഅൻ, അബ്ദുല്ലാഹിബിൻ ഉക്കൈം എന്ന സ്വഹാബി മർഫുആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മൻ തഅല്ലഖ ഷൈഅൻ വുക്കില ഇലൈഹി, ആരെങ്കിലും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കാവലിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ, ശരീരത്തിൽ ബന്ധിച്ചാൽ അവൻ അതിലേക്ക് ഭരമേൽപ്പിക്കപ്പെട്ടു എന്നതാണ്. അവന് അള്ളാഹുവിൻ്റെ കാവൽ അല്ലല്ലോ അവന് വേണ്ടത്, അവന് ഇതിൻ്റെ കാവലല്ല തേടിയത്. അതുകൊണ്ട് വറവ അഹമ്മദ് അൻ റുവൈഫി റളിയല്ലാഹു നിന്ന് ഉള്ള റിപ്പോർട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തത്. കാല അദ്ദേഹം പറഞ്ഞു, റുവൈഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റുവൈഫി, ഓ റുവൈഫി, ലഅല്ലൽ ഹയാത സതതൂലു, ചിലപ്പോൾ ജീവിതം നീണ്ടുപോകും എന്ന് പറഞ്ഞാൽ നീ കുറേ കാലം ജീവിച്ചേക്കും, കുറച്ച് കാലം ജീവിച്ചേക്കും എനിക്ക് ശേഷം. ബിക്ക തത്തൂലു ബിക്ക എന്നല്ല, സത്തൂലു അവിടെ കോമല്ല, ബിക്ക സത്തൂലു ബിക്ക. ഫഅഖ്ബിരിന്നാസ, അപ്പോൾ നീ ജനങ്ങളെ അറിയിക്കണം, അന്നമൻ അഖദ ലിഹിയതഹു ഔ തഖല്ലദ വതറൻ ഔ ഇസ്തൻജ ബിറജിഇൻ ദാബത്തിൻ ഔ അദ്മിൻ ഫഇന്ന മുഹമ്മദൻ ബരീഉൻ മിൻഹു. എന്താണ് ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്? അന്നമൻ അഖദ ലിഹിയതഹു, ആരെടുത്താൽ അവൻ്റെ താടി കെട്ടിയോ, താടി കെട്ടിയാണ് താടി രോമങ്ങൾ നീട്ടി വളർത്തിയിട്ട്, താടി നീട്ടൽ സുന്നത്താണ്, പക്ഷെ താടി നീട്ടി വളർത്തിയിട്ട് അത് പിന്നെ പരസ്പരം ചുരുണ്ട് കൂടുന്ന വിധത്തിലാക്കിയിട്ട് അത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നൊരവസ്ഥ, അങ്ങനെ അതാണ് അക്കത് എന്ന് പറയുന്നത്. ഔ തക്കല്ലത വത്രൻ, അല്ലെങ്കിൽ ചരട് കെട്ടി, ഇപ്പോൾ ഏലസ് അങ്ങനത്തെ കരുപ്പെടും, നൂല് കെട്ടുക, ഇതൊക്കെ കാവലിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കെട്ടുക, അതിന്മേൽ അവലംബിക്കുക. അവിസ്തൻജാ ബിറജിയ ദാബത്തിൻ, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ചാണകം കൊണ്ട് ഒരാൾ മൂത്രം വൃത്തിയാക്കി മനോഹരം ചെയ്യുക. ഔ ആദമിൻ, അല്ലെങ്കിൽ എല്ലുകൊണ്ട്, മൃഗത്തിൻ്റെ എല്ലുകൊണ്ട്, അങ്ങനെ ചെയ്താൽ ഫഇന്ന മുഹമ്മദൻ ബരീഉൻ മിൻഹു, നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നിന്ന് ഒഴിവായവനാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമല്ല എന്നതാണ്. വൻ സഈദ് ബിൻ ജുബൈർ ഖാല, സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഖതഅ തമീമത്തൻ മിൻ ഇൻസാനിൻ കാന കഅദ്ലി റഖബത്തിൻ, ആരൊരുത്തൻ ഒരു തമീമത്ത് ഒരാളിൽ നിന്ന് ഏലസ് മുറിച്ചു കളഞ്ഞോ അവന് ഒരടിമയെ മോചിപ്പിച്ച ഇതുപോലുള്ള പ്രതിഫലമുണ്ട് എന്ന് റവാഹു വക്കിയ റിപ്പോർട്ട് ചെയ്തത്. വലഹു അൻ ഇബ്രാഹിം, അദ്ദേഹത്തിന് തന്നെ ഇബ്രാഹിം എന്നവർ റിപ്പോർട്ട് ചെയ്തതാണ്. ഖാല കാനു യക്റഹൂന തമാഇമ കുല്ലഹാ മിനൽ ഖുർആനി വഗൈറിൽ ഖുർആൻ, ഖുർആനിൽ നിന്നും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ തരം ഏലസുകളും, അതായത് ഖുർആൻ എഴുതിയ ഏലസാണെങ്കിൽ പോലും അതും സലഫ് സ്വാലിഹ്യങ്ങൾ വെറുത്തിരുന്നു എന്ന്. ഇപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം, സലഫ് സ്വാലിഹ്യങ്ങൾ അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞത് അവിടെ ഉദ്ദേശിച്ചത് എല്ലാവരെയും അല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളെ ഉദ്ദേശിച്ചാണ് ആ പറഞ്ഞത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ തന്നെ. ഇനി ഫീഹി മസായിലുൻ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള മസാലകൾ. അൽ ഉല, ഒന്നാമത്തത് തഫ്സീറു റുഖ വ തമായിം, റുഖ എന്താണ്, തമായിം എന്താണെന്നുള്ളത്. അസാനിയ, രണ്ടാമത്തത് തഫ്സീർ തിവലത്തിൻ്റെ തഫ്സീർ, തിവലത്ത് പറഞ്ഞാൽ എന്താണ്. അസാരിസ, മൂന്നാമത്തത് അന്ന ഹാദിഹി സലാസ് കുല്ലുഹാ മിന ഷിർക്കി മിൻ ഗൈരി ഇസ്തിസ്നാ, ഒഴിവൊന്നും കൂടാതെ ഈ പറഞ്ഞ മൂന്നും എന്താണ്, ഷിർക്കിൽപ്പെട്ടതാണ് എന്ന്. പക്ഷേ ഇസ്തിസ്നാ പിന്നെ പറയുന്നുണ്ട് കേട്ടോ, ഒഴിവുണ്ട്, ചിലത് എക്സംപ്റ്റഡ് ആണ്. അറാബിയ, നാലാമത്തത് അന്ന റുഖയത ബിൽ കലാമിൽ ഹത്തി മിനൽ ഐനി വൽ ഹുമ ലൈസ മിൻ ദാലിക്, ഐന്, കണ്ണേർ, ഹുമ, ഇതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലാം, ഹക്കായ കലാം പ്രകാരം ചികിത്സിക്കുക, മന്ത്രിക്കുക എന്നത് അത് ഇതിൽ പെടുന്നതല്ല, നിരോധനത്തിൽ പെടുന്നതല്ല. ഇവിടെ ഐനറിനെ കണ്ണേർ. അൽ ഖാമിസ്, അഞ്ചാമത്തത് അന്ന തമീമത്ത് ഇദാകാനത്ത് മിനൽ ഖുർആനി ഫഖദ് ഇഖ്തലഫൽ ഉലമാഉ, ഈ തമീമത്ത് ഏലസ് അത് ഖുർആൻ എഴുതിയതാണെങ്കിലോ അവിടെ ഉലമാക്കൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഹൽ ഹിയ മിൻ ദാലിക ഔല, അത് നിരോധനത്തിൽ പെടുമോ ഇല്ലേ. അസാദിസ, ആറാമത്തെ പോയിന്റ് അന്ന തഅലീഖൽ ഔതാരി അല ദവാബി അനിൽ ഐനി മിൻ ദാലിക്, മൃഗങ്ങൾക്ക് കണ്ണേർ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഔത്താറ്, വടങ്ങൾ കെട്ടുക എന്നത് അത് എന്താണ്, നിരോധനത്തിൽ പെടുന്നതാണ്, ഷിർക്കിൽ പെടുന്നതാണ്, നിരോധനത്തിൽ പെടുന്നതാണ്. അസാബിയ അൽ വഈദു ഷദീദു അലാമൻ തഅലഖ വതർ, അതുപോലുള്ള വടങ്ങൾ കെട്ടുന്നത് അതിലുള്ള ശക്തമായിട്ട് താക്കീത്. അസാമിന, എട്ടാമത്തെ ഫദ്ലു സവാബി മൻ ഖതാ തമീമത മിൻ ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അത്തരത്തിലുള്ള
രക്ഷാപടങ്ങൾ ചരടുകളൊക്കെ മുറിച്ചു കളഞ്ഞാൽ അതിനുള്ള പ്രതിഫലം. അത്താസ്യ 9ാമത്തെ പോയിന്റ്, അന്ന കലാമ ഇബ്രാഹിമ ലാ യുഖാലിഫു മാ തഖദ്ദമ മിനൽ ഇഖ്തിലാഫ്. ഇവിടെ തമീം ഏലസ് കെട്ടുക എന്നറിയില്ലേ, ആ ഏലസിൽ ഖുർആൻ വചനങ്ങളാണെങ്കിൽ അവിടെ ഇളവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇബ്രാഹിം എന്നവർ പറഞ്ഞ എന്താണ്, സലഫുകൾ ഖുർആനിൽ നിന്നോ അല്ലാത്തതോ ആയിട്ടുള്ള അവർ എന്നാണ് പറഞ്ഞത്. സലഫുകൾ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ അവർ എന്നുള്ളതിന് സലഫുകൾ എന്ന് ബ്രാക്കറ്റ് ഇട്ടതാണ്. അപ്പോൾ അവർ ഇബ്രാഹിം എന്നവർ പറഞ്ഞില്ലേ ഖുർആനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും നിരോധനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഏലസുകൾ. അത് അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ട് ഉലമാക്കൾക്കിടയിൽ എന്നതിനെതിരല്ല. അന്ന മുറാദു അസ്ഹാബു അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ എന്ന ആണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവർ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് എന്ന്. ഇനി ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ല അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദിന് അതിൽ ബാബു മാ ജാഅ ഫി റുഖാ വത്തമായിം എന്ന അധ്യായം കവിതയിലൂടെ ആവിഷ്കരിച്ചത് നമുക്കൊന്ന് നോക്കാം. വഅൻ അബീ ബശീരിൽ അൻസാരി മഅൻ നബി കാന ഫീ അസ്ഫാരി അർസല ലാ ഖിലാദത ഫീ ഉനുഖിൽ بعير إلا قطعت ولا حول عن ابن مسعود عن الرسول يروي حديثا فرغ بالقبول إن الرقاة مائما والطيبلا شرك رواه أحمد وقابلا وفي حديث ابن عقيم من جعل علك شيئا فإليه قد وكل تمائم هي التي تعلق محرز عين وإذا تحققا من القرآن فيرى الجواز بعض وعن آخره لن يجازا أما الرقى فهي التي قد سميت عزائما وحيث عن شرك خلت فذاك جائز وجاءت رخصة فيها من العين كذاك هما طفالة شيء وكان يصنع للحب في الزوجين في زعم وعو أحمد عن رويفع مرفوعا قال الرسول خبرا مسموعا لعل الحياة فيك قد تطول فأخبر الناس بما أقول من عقد اللحية أو تقلد أي وترا أو برجيع قصدا أو بعظام كان يستنجي فقل محمد أنه بريء إن فعل قال سعيد بن جبير من قاطع تميمة كعدل عتاق وقع وقال إبراهيم كانوا كارهوا كل تمائم يرون قدره. ജസ്റ്റ് നമുക്ക് ഓടിച്ച് അതിൻ്റെ അർത്ഥം നോക്കാം. വൻ അബി ബഷീർ അൻസാരി, അബൂ ബഷീർ അൻസാരിയിൽ നിന്ന് നിവേദനം അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി അസ്ഫാർ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യാത്രയിലായിരുന്നു. അർസല ലാ ഖിലാദ, അർസല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. ലാ ഖിലാദത ഫി ഉനുഖിൽ ബഈരി ഇല്ലാ ഖുത്തിഅത്, ഒട്ടകത്തിന് രക്ഷയായിട്ട് കിട്ടുന്ന വടങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ പറഞ്ഞു. അൻ ഇബ്നു മസ്ഊദിൻ അനിർ റസൂൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർവി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസൻ ഫർഅബിൽ ഖബൂലി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന റുഖ, നിശ്ചയം റുഖ മന്ത്രങ്ങൾ, ഷറ അനുവദിക്കാത്ത മന്ത്രങ്ങൾ, തമാഇമൻ തമീമത്തുകൾ ഏലസുകൾ, വത്തിവല തിവരത്ത്, ഷിർക്കുൻ റവാഹു അഹ്മദു വഖബില, ഇമാം അഹ്മദ് റഹ്മഹുല്ല അത് ഷിർക്കാണ് അന്ന് പറഞ്ഞ ഹദീസ് അത് അദ്ദേഹം സ്വീകാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടെന്നുള്ളതായിരിക്കും. വഫി ഹദീസ് ഇബ്നു ഉഖൈം മൻ ജഅല, ഇബ്നു ഉഖൈം റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹാബിയുടെ ഹദീസിൽ മൻ ജഅല ആര് ആക്കിയോ അല്ലക ഷൈഅൻ ഫഇലൈഹി ഖദ് ഉക്കില, ആരൊരുത്തൻ രക്ഷയ്ക്ക് കാവലിന് വേണ്ടിയിട്ട് ഒരു സാധനം ചരടോ ഏലസോ ഒക്കെ ശരീരത്തിലിട്ടാൽ അവന് അതിലേക്ക് ഏൽപ്പിച്ചവനായി.
തൻ്റെ കാര്യത്തെ. തമായിമുൻ ഹിയല്ലത്തി തുഉല്യക, തമായിം ഏലസുകൾ എന്ന് പറഞ്ഞാൽ അത് ബന്ധിക്കപ്പെട്ടതാണ് മിഹ്റസ ഐനിൻ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനം. വഇദാ തുഹഖിഖ മിനൽ ഖുർആനി ഫയറൽ ജവാസ, ഇനി അത് ഖുർആനിൽ നിന്നാണ് എന്നുറപ്പുണ്ടെങ്കിൽ ആ ഏലസിലുള്ള സാധനം അത് അങ്ങനെയാണെങ്കിൽ അനുവദനീയമാണ്. ബാദുൻ ചിലർ, വഅൻ ആഖറ എന്ന മറ്റു ചില സലഫുകൾ ലൻ യുജാസ അത് അനുവദിച്ചിട്ടില്ല എന്ന് അനുവദിക്കപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരാന്നുള്ളതാണ്. അമ്മർ റുക്ക മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഫഹിയല്ലത്തി ഖദ് സുമ്മിയത് അസായിമ, അതിന് അസായിം എന്ന് പറയും. വഹൈസു അൻ ഷിർക്കിൻ ഖലത്ത്, അത് ഷിർക്കിൽ നിന്ന് മുക്തമാണെങ്കിൽ ഫഹാക ജായിസുൻ, അത് അനുവദനീയമാണ്. വജാഅത്ത് റുഖ്സ, അതിൽ ഇളവ് വന്നിട്ടുണ്ട്. ഫിഹ, ആ വിഷയത്തിൽ മിനൽ ഐനി കഥാക്ക ഹുമ്മ, കണ്ണേറ് തടുക്കുന്ന വിഷയത്തിലും അതേപോലെ വിഷബാധക്കൊക്കെ റുഖയ്യ നടത്താമെന്ന്. അല്ലാത്ത കാര്യങ്ങൾക്കും ഷറഅ അനുവദിച്ച റുഖയ്യ ആകാവുന്നതാണ്. തിവലത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഉൻ വകാന യുസ്നഉ, അതുണ്ടാക്കപ്പെടുമായിരുന്നു. എന്തിനാണ്? ലിൽ ഹുബ്ബി, സ്നേഹത്തിന്. ഫി സൗജൈനി, ദമ്പതികൾക്കിടയിൽ. ഫി സഅമി വാവു അഹ്മദു അൻ റുവൈഫി അൻ മർഫൂഅ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റുവൈഫ് റളിയല്ലാഹു അൻഹു നിന്ന് മർഫൂഅയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലു ഖബറൻ മസ്മൂഅ, മസ്മൂഅ കേൾക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറായിട്ട്. ലഅല്ല എന്നായിരിക്കട്ടെ, ലഅല്ലൽ ഹയാത്ത ഫീക ഖദ് തതൂലു, ജീവിതം താങ്കളുടെ അടുത്ത് ആയുസ് നീണ്ടു കിട്ടിയേക്കാം, എനിക്ക് ശേഷം താങ്കൾ ജീവിച്ചേക്കാം. ഫഅഖ്ബിർ നാസ ബിമാ അഖൂല, അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മൻ അഖദൽ ലിഹിയത ഔ തഖല്ലദ, മൻ അഖദൽ ലിഹിയത, ആരെടുത്തൻ താടി നീട്ടി ചുരുട്ടി കെട്ടിയോ, ഇങ്ങനെ കെട്ടുകളാക്കി താടിയെ, അത് അങ്ങനെ ചെയ്താൽ, ഔ തഖല്ലദ ഐ വത്തറൻ, അല്ലെങ്കിൽ ചരട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചരട് കെട്ടിയോ, അത് മൃഗങ്ങളുടെ മേലെ ആണെങ്കിലും മനുഷ്യൻ്റെ മേലെയൊക്കെ ആണെങ്കിലും. ഔ ബി റജീഇൻ ഖസദ ഔ ബി അളാമിൻ കാന യസ്തൻജി, അല്ലെങ്കിൽ പിന്നെ എല്ലുകൊണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാഷ്ടം ചാണകം കൊണ്ട് ഒരാൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാക്കാൻ അത് ചെയ്തോ. ഫഖുൽ, അവനോട് പറയണം, മുഹമ്മദുൻ അൻഹു ബരീഉൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ തൊട്ട് ഒഴിവാണ്. ഇൻ ഫഅല, അവൻ അങ്ങനെ ചെയ്താൽ. ഖാല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖതഅ, ആരെടുത്തൻ മുറിച്ചുവോ, തമീമത്തൻ ഏലസിനെ, എന്നാൽ അവനുള്ള കൂലി എന്താ? കഅദ്ലി ഇഴ്താഖിൻ, ഒരു പിന്നെ എഴുത്തക്ക്, അതായത് ഒരു അടിമയെ മോചിപ്പിച്ച പോലെയാണ്. വഖാല ഇബ്രാഹിം കാനു കരിഹു, ഇബ്രാഹിം എന്നവർ പറഞ്ഞു, അവർ വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതായത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ എന്നാണ് ഷറഹിൽ കാണുന്നത്, അല്ലെങ്കിൽ ഇതിൽ തന്നെ കാണുന്നത്, ഷറഹിലല്ല. കുല്ലു തമായിമിൻ യറൗന ഖദ്ലുഹു, എല്ലാത്തരം തമീമത്തും ഖുർആനിൽ നിന്നുള്ളതാണെങ്കിലും അല്ലെങ്കിലും അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇനി ഫീഹി മസായിൽ, ഇതിലുള്ള മസ്അലകൾ പറയാണ്. തഫ്സീറു ഹാദിഹി റുഖാ തമായിമി തിവലാത്തിൻ ലിശ്ശിർകി തഅസീഫ് ഇലമി വറുഖയത്തുൻ ബിൽ കലിമിൽ ഹഖി അനിൽ ഐനി അവിൽ ഹുമാ ജായിസൻ നുഖിൽ അമ്മാ തമീമത്തും മിനൽ ഖുർആനി ഫഖ്തലഫു ഹൽ ദാക മിൻ ഹിർമാനി تعريق أوتار على البهائم لدفع عين لم يجز للرائم معلق الأوتار قد تعرض لشدة الواعد فارفض معرضا فضل ثواب قاطع التميم من بدن الإنسان خذ تعميما ما قال إبراهيم من وفاق فلا ينافي الخلاف في الإطلاق لأنه يعني به وفاق أصحاب عبد الله لا إطلاقا. അപ്പോൾ ഇതിലുള്ള മസാലകൾ എന്തൊക്കെയാണ്? തഫ്സീറു ഹാദർ റുഖാ തമായിം തവില, ഇതിൻ്റെയൊക്കെ വിവരണമാണ്. പിന്നെ അത് ഷിർക്കിലേക്ക് നയിക്കുന്നു എന്നുള്ള വിവരണം, അതിലുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ. വറുഖിയ ബിൽ കലിമിൽ ഹഖി, സത്യവചനങ്ങൾ കൊണ്ടുള്ള മന്ത്രം. ഐനി അവിൽ ഹുമ, അത് വിഷബാധയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണേറിൽ നിന്നൊക്കെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ, മന്ത്രങ്ങൾ,
അത് എന്താണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നുക്കില. അമ്മ തമീമത്തും മിനൽ ഖുർആനി, ഖുർആനിൽ നിന്നുള്ള എഴുതിയ ഏലസുകൾ ഫഖ്തലഫു ഹൽ ദാക മിൻ ഹിർമാനി, അത് ഹറാമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. തഅരീഖു ഔതാരിൻ അലൽ ബഹായിമി, മൃഗങ്ങൾക്ക് കെട്ടുന്ന വടങ്ങൾ, രക്ഷയ്ക്ക് വേണ്ടി കെട്ടുന്ന വടങ്ങൾ, അത് ഐനിൻ ലം യജുസ് ലിറായിമി, അത് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുവദിച്ചതല്ല, എന്ത് കണ്ണേറിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട്. മുഅല്ലിഖുൽ ഔതാരി ഖദ് തഅറള ലിശിദ്ദത്തിൽ വഈദി, ഔതാർ ചരടുകൾ, രക്ഷയ്ക്ക് വേണ്ടി ചരടുകൾ വളയങ്ങളൊക്കെ ബന്ധിക്കുന്നവർ, ശരീരത്തിൽ അല്ലെങ്കിൽ ഒക്കെ ബന്ധിക്കുന്നവർ, അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫർഫദ് മുഅരിള, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വയ്ക്കോ, അത് ആ വഴിക്കൊന്നും പോണ്ടാന്ന്. ഫദ്ലു സവാബി ഖാതിഇ തമീമ, ഏലസ് മുറിച്ച് മാറ്റുന്നവൻ്റെ അവൻ്റെ പുണ്യം, അവൻ്റെ പ്രതിഫലം, മിൻ ബദനിൽ ഇൻസാനി ഹുദ് തഅമീമ, അവൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന്, അതൊക്കെ ഇതിൽ പറയുന്നർത്ഥം. മാ ഖാല ഇബ്രാഹിമു മിൻ വിഫാഖി, ഇനി ഇബ്രാഹിം എന്നവർ പറഞ്ഞില്ല ഖുർആനിൽ നിന്നുള്ളതാണെങ്കിൽ അല്ലാത്തതാണെങ്കിലും ഈ പിന്നെ ഏലസുകൾ അത് പാടില്ല എന്ന്, അത് നിരോധനത്തിൽപ്പെടുമെന്ന് പറഞ്ഞത്, അത് ഫലാ യുനാഫിൽ ഖിലാഫ ഫിൽ ഇത്ലാഖ്, അത് മുത്തലഖായ നിലക്ക് ഈ വിഷയത്തിലുള്ള പണ്ഡിതർക്കിടയിലുള്ള സലഫുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ നിഷേധിക്കുന്നില്ല. കാരണം ലിഅന്നഹു യഅനി ബിഹി വിഫാഖ അസ്ഹാബി അബ്ദില്ല ലാ ഇത്ലാഖ, മുത്തലഖായ നിലക്കല്ല, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവരുടെ അനുയായികൾ ആ വിഷയത്തിൽ ഏകോപിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ ആണ് എന്ന്. അവർ യോജിച്ചിരുന്നു ഖുർആനിൽ നിന്നും അല്ലാത്തതാണെങ്കിലും ഏലസ് പറ്റില്ല എന്ന്, ഖുർആൻ കിട്ടിയ ഏലസ്, ഖുർആൻ എഴുതിയിട്ടുള്ള ഏലസാണെങ്കിലും.